ആരോഗ്യമന്ത്രിക്കെതിരെ കോഴിക്കോട് ബി.ജെ.പിയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. ഇന്നും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നമ്മൾ പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള ബി.ജെ.പിയുടെ മാർച്ച് കണ്ടു. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കോഴിക്കോട് കണ്ടു. ഇതായിപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ കോഴിക്കോട് ബി.ജെ.പിയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്ന് ഈ പ്രവർത്തകരെ പതിവുപോലെ പോലീസ് ബലം പ്രയോഗിച്ചൊക്കെ അവിടെ നിർത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിഖിൽ പ്രമേഷ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിട്ട് നിഖിൽ, ഈ പ്രതിഷേധങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഏതൊക്കെ സംഘടനകൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പുരോഗമിക്കുന്നു? നിഖിൽ, ഇപ്പോൾ പുരോഗമിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ബി.ജെ.പിയുടെ പ്രതിഷേധ മാർച്ചാണ്. മരുന്നില്ല, ശസ്ത്രക്രിയയില്ല, ഡോക്ടറില്ല, സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ പ്രകടനമായി കടന്നു വരികയും ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവിടുത്തെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അവരെ തടയാൻ ശ്രമിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ യൂത്ത് ലീഗിന്റെ അല്പസമയം മുൻപ് യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധം കൂടി ഉണ്ടായിരുന്നു. അത് റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു. നടക്കാവിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അങ്ങനെ ജില്ലയിലുടനീളം വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിനും സർക്കാരിനുമെതിരെയുള്ള വ്യാപക പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ബി.ജെ.പി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ഈ സമയം നോക്കിയിട്ട് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയി. ഇത്ര നാണം കെട്ട ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ ചരിത്രത്തിലുണ്ടോ? നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിലെയും പ്രവർത്തകരെ അറസ്റ്റ് നീക്കിച്ചു. നിഖിൽ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അതൊരു മിന്നൽ പ്രതിഷേധമായിരുന്നോ? തീർച്ചയായിട്ടും അശ്മി, നേരത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല. വളരെ പെട്ടെന്ന് പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുകയും റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു. ഒരു പ്രധാന പാതയാണ്, അതുകൊണ്ട് തന്നെ പോലീസിനെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയും വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിടാതെ ഒരു പ്രതിഷേധം തീർക്കുകയും ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ പോലീസ് എത്തി. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രമേ അവർക്ക് കുത്തിയിരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനു മുൻപ് തന്നെ പോലീസ് എത്തി മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. ഹാഷ്മി.